ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബേസിക് കോൺസെപ്റ്റുകളിലൂടെ തന്നെയാണ് നമ്മൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെഷനെ നമ്മൾ രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക് കോൺസെപ്റ്റ്സിൻ്റെ ഒന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകാം. RRB JE 2019 നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് പ്ലസ് ആൻഡ് മൈനസ് ആർ ഇന്റർചേഞ്ച്ഡ് ആൻഡ് ഓൾസോ ദി നമ്പേഴ്സ് 8 and 6 ചേഞ്ച് പ്ലേസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഇസ് കറക്റ്റ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഇക്വേഷൻസിൽ നിന്നും പ്ലസും മൈനസും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയും അതുപോലെ തന്നെ 8ഉം 6ഉം സ്ഥാനം മാറുകയും ചെയ്താൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ ഏതായിരിക്കും ശരി? ഇതാണ് നമ്മുടെ ചോദ്യം, അല്ലേ? അപ്പോൾ ഇവിടെ 12 പ്ലസ് എന്നതിന് പകരം 12 മൈനസ് വരും. മൈനസ് ഓഫ് 8 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. സോ ഇവിടെ നോക്കിക്കേ, 12 മൈനസ് 6 എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നമ്പറാണ്. അതിൻ്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് 2 കിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി അടുത്തതിൽ വീണ്ടും 12 മൈനസ് ഓഫ് 8 പ്ലസ് 6 എന്നാണ് ഇവിടേക്ക് വരുന്നത്. 12 മൈനസ് 8 4 ആണ്. 4 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 10. ഡെഫിനറ്റ്ലി ഇത് ശരിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ നമ്പർ ബി ആണ് നമുക്കിവിടെ കിട്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഇവിടേക്ക് വരുന്നത് 8 ആയിരിക്കും. വീണ്ടും 8 പ്ലസ് 4 മൈനസ് ഓഫ് 6, അതിനുശേഷം വീണ്ടും ഒരു മൈനസ് കൂടി വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ പ്ലസ് 6 ഇസ് ഈക്വൽ ടു 6 എന്നാണ് ഇവിടേക്ക് നമുക്ക് കിട്ടുന്നത്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 8 പ്ലസ് 4 ആണ്, അതെന്തായാലും 6 ആവില്ല. വീണ്ടും ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 8 പ്ലസ് 6 പ്ലസ് വീണ്ടും അതിനുശേഷം ഇവിടേക്ക് 6 തന്നെ വരും. മൈനസ് ഓഫ് 6 ഇസ് ഈക്വൽ ടു ഇവിടെ 0 എന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് 0 കിട്ടും, പക്ഷേ 8 പ്ലസ് 6 14 ആണ്, അതും 0 ആവില്ല. സോ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ നമ്പർ ബി തന്നെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ശരിയുത്തരമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യത്തിൽ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനിലൂടെയാണ്. എന്താണ് സിമ്പിൾസ് ആൻഡ് നൊട്ടേഷൻസ് എന്നാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് സിമ്പിൾസ് ആൻഡ് നൊട്ടേഷൻസ് എന്ന ടോപ്പിക്കിലൂടെ സാധാരണ ചോദിക്കാറ്. അതിലേറ്റവും ആദ്യത്തേത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഒരു സിമ്പിളിന് പകരം മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെയുള്ള സയൻസ് ആൻഡ് ഇൻ്റർചേഞ്ചസ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും പിന്നെ ട്രിക്ക് ബേസ്ഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും അതുപോലെ തന്നെ ഇനീക്വാലിറ്റി ബേസ്ഡ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസുമാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ 2 പാർട്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സിമ്പിൾസ് ആൻഡ് നൊട്ടേഷൻസ് എന്ന് നമുക്ക് നോക്കാം. സോ സിമ്പിൾസ് ആൻഡ് നൊട്ടേഷൻസ് എന്ന് പറയുന്നത് റീസണിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആൻഡ് വളരെ ഈസിലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ടോപ്പിക് കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യത കുറവാണ്. സോ ഇവിടെ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഇവിടെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. തെറ്റി അല്ലെങ്കിൽ കൺഫ്യൂഷൻ വന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യത കുറവാണ്. സോ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഒരു ലാംഗ്വേജിൽ പ്ലസ് എന്ന് വെച്ചാൽ മൈനസ് ആണ്, മൈനസ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്. അങ്ങനെ വരുമ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യണം, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ സിമ്പിൾസ് ആൻഡ് നൊട്ടേഷൻസിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതുപോലെയുള്ള ചോദ്യങ്ങളിൽ ചില സിമ്പിൾസോ അല്ലെങ്കിൽ ചില നൊട്ടേഷൻസോ തന്നിട്ടുണ്ടാകും. സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ആൽഫബറ്റ്സ് ആകാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആകാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആകാം. അങ്ങനെയുള്ള ചില സിമ്പിൾസ് ഒക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ ആ സിമ്പിൾസ് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, കണ്ടീഷൻസ് പാലിച്ചുകൊണ്ട് ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ സിമ്പിൾസ് ആൻഡ് നൊട്ടേഷൻസ് ബേസ്ഡ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നിന് പകരം, ഒരു സിമ്പിളിന് പകരം മറ്റൊരു സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷന് പകരം മറ്റൊരു അരിത്തമാറ്റിക് ഓപ്പറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിനുശേഷം തന്നിരിക്കുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെയുള്ള ക്വസ്റ്റൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സിമ്പിളിന് പകരം ഏതൊക്കെ ഇക്വേഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ 2-3 എക്സാമ്പിൾസ് ഈ ടൈപ്പിൽ നിന്നും എടുത്തിട്ടുണ്ട്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ഇഫ് എ ഈക്വൽ ടു പ്ലസ് ബി ഈക്വൽ ടു മൈനസ് സി ഈക്വൽ ടു ഇൻറ്റു ഡി ഈക്വൽ ടു ഡിവിഷൻ, ദെൻ 5c 5 d 5a 5b 5 ഇസ് ഈക്വൽ ടു ഡാഷ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ എയുടെ മീനിങ് എന്ന് പറയുന്നത് പ്ലസ് ആണ്,
അടുത്തത് ബിയുടെ മീനിങ് എന്ന് പറയുന്നത് മൈനസ് ആണ്, സിയുടെ മീനിങ് എന്ന് വെച്ചാൽ ഇൻറ്റുവും, അതുപോലെ ഡിയുടെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിവിഷനുമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5C5 ആണ് ഫസ്റ്റ് അല്ലേ. സോ ഇവിടെ നമുക്ക് 5 × 5 വരും. D5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡിവൈഡഡ് ബൈ 5 വരും. ഇനി A5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ +5 വരും. അതിനുശേഷം B5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -5. അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് അല്ലേ. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ BODMAS റൂളിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. BODMAS എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. സോ ഇവിടെ ഡിവിഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്താൽ 1 കിട്ടും. സോ വീണ്ടും 5 × 1 5 ആണ്. 5 + 5 -5 10 - 5 5 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ നമ്പർ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇഫ് എ ഈക്വൽ ടു പ്ലസ്, വീണ്ടും അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇഫ് എ ഈക്വൽ ടു പ്ലസ്, ബി ഈക്വൽ ടു മൈനസ്, സി ഈക്വൽ ടു ഇൻറ്റു ആൻഡ് ഡി ഈക്വൽ ടു ഡിവിഷൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഇസ് കറക്റ്റ്. നേരത്തെ ഉള്ള ചോദ്യത്തിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഈ കൂട്ടത്തിൽ ഏത് ഇക്വേഷനാണ് കറക്റ്റ് എന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം മാത്രം നോക്കുക, 9C9 B9 DA. DA എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിവിഷനും അതിൻ്റെ കൂടെ തന്നെ പ്ലസും, അങ്ങനെ ഒരു സിമ്പിൾ നമുക്ക് വരില്ല. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നതിനകത്ത് വീണ്ടും നമുക്കിവിടെ ഒരു DA കാണാനായിട്ട് പറ്റും അല്ലേ, ഡിവിഷനും അതുപോലെ പ്ലസും. അപ്പോൾ ഇതും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, ഇതിനെ നമുക്കപ്പോൾ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ടേംസ് നമുക്ക് എടുത്തെഴുതാം. A എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആണ്, അതുപോലെ B എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് ആണ്, ഇനി C എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ആണ്, അതുപോലെ D എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിവിഷനും ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ 8A 8 എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടേക്ക് 8 + 8 ആണ്. നെക്സ്റ്റ് B8 ആണ് തന്നിരിക്കുന്നത്. സോ -8 ആണ്. നെക്സ്റ്റ് C8 ആണ്, എന്ന് വെച്ചാൽ ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു -48. ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും അല്ലേ. അപ്പോൾ 16 - 64 ഇസ് ഈക്വൽ ടു -48 ആണോ? എക്സാക്ട്ലി കറക്റ്റ് തന്നെയാണ്. ദെർഫോർ -48 ഇസ് ഈക്വൽ ടു -48. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം LHS ഇസ് ഈക്വൽ ടു RHS എന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ 1 ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഡയറക്റ്റ്ലി ഓപ്ഷൻ നമ്പർ 1 ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആൽഫബറ്റ്സ് അല്ല, അതിന് പകരം മറ്റു ചില കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് ഗ്രേറ്റർ ദാൻ ഡിനോട്ട്സ് പ്ലസ്, ലെസ് ദാൻ ഡിനോട്ട്സ് മൈനസ്, പ്ലസ് ഡിനോട്ട്സ് ഡിവിഷൻ, നൊട്ടേഷൻ ഡിനോട്ട്സ് ഇൻറ്റു, മൈനസ് ഡിനോട്ട്സ് ഈക്വൽ ടു, ഇൻറ്റു ഡിനോട്ട്സ് ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു ഡിനോട്ട്സ് ലെസ് ദാൻ. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പറയുന്നു ഗ്രേറ്റർ ദാൻ കാണുന്ന സ്ഥലത്ത് നമ്മൾ പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ലെസ് ദാൻ കാണുന്ന സ്ഥലത്ത് നമ്മൾ മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, പ്ലസ് കാണുന്ന സ്ഥലത്ത് നമ്മൾ ഡിവിഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ തന്നിരിക്കുന്നത് നൊട്ടേഷൻ കാണുന്ന സ്ഥലത്ത് നമ്മൾ ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മൈനസ് കാണുന്ന സ്ഥലത്ത് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതിനുശേഷം ഇൻറ്റു കാണുമ്പോൾ ഗ്രേറ്റർ ദാനും ആൻഡ് ഈക്വൽ ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെസ് ദാനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടേക്ക് തന്നിട്ടുണ്ട്. ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്ഷൻസ് ഓരോന്നായിട്ട് എടുത്തിട്ട് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ ഈക്വൽ ടു ഇങ്ങനെ ഒരു വാല്യൂ ആവണമെന്നില്ല, ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്കത് ഓപ്ഷൻസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ 28 ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഫസ്റ്റത്തെ ഓപ്ഷനകത്ത് 28 പ്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 4, നൊട്ടേഷൻ എന്ന് വെച്ചാൽ ഇൻറ്റു 2, ഈക്വൽ ടു ഈസ് ലെസ് ദാൻ, വീണ്ടും 6 നൊട്ടേഷൻ ഇൻറ്റു, അതിനുശേഷം 4 +2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ 2. ശരിയാണോ അല്ലയോ നോക്കാം. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. 14 ഇസ് ലെസ് ദാൻ 12 ആണോ? അല്ല, 14 ഇസ് ഗ്രേറ്റർ ദാൻ 12. സോ ഒന്നാമത്തെ ഓപ്ഷൻ ഡെഫിനറ്റ്ലി തെറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഇവിടെ 13 ഗ്രേറ്റർ ദാൻ 7 ആണ്. ഗ്രേറ്റർ ദാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ആണ്. 13 + 7 ലെസ് ദാൻ -6 +2 എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 2, ഈക്വൽ ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെസ് ദാൻ, വീണ്ടും 3 നൊട്ടേഷൻ 4
ശരിയാണോ നോക്കാം. ഇവിടെ നമുക്ക് 12 കിട്ടും, ഇവിടെ നമുക്ക് 3 കിട്ടും, ഇവിടെ നമുക്ക് വലിയ വാല്യൂ ആണ് കിട്ടുന്നത് അല്ലേ. സോ 20 - 3 17 ആണ്. 17 ലെസ് ദാൻ 12 ആണോ? അല്ല, ഗ്രേറ്റർ ദാൻ 12 ആണ്. സോ ഈ ഓപ്ഷനും തെറ്റ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. 9 ഗ്രേറ്റർ ദാൻ 5 ആണ്. ഗ്രേറ്റർ ദാൻ എന്ന് വെച്ചാൽ 9 + 5 + 4 മൈനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു, വീണ്ടും ഇവിടേക്ക് 18+ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിവിഷനാണ്, ബൈ 9 ഗ്രേറ്റർ ദാൻ പ്ലസ് ഇവിടെ നമുക്ക് 16 ആണ് വാല്യൂ വരുന്നത്. സോ നമുക്ക് ഇവിടെ 18 കിട്ടും. 18 ഇസ് ഈക്വൽ ടു വീണ്ടും 2 + 16 ഇസ് ഈക്വൽ ടു 18. അപ്പോൾ ഈ ഓപ്ഷനിൽ നമുക്ക് LHS ഇസ് ഈക്വൽ ടു RHS എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ നമ്പർ സി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യവും ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ടൈപ്പാണ്. അതിൻ്റെ പേര് ബാലൻസിങ് ദ ഇക്വേഷൻ ആണ്. അപ്പോൾ എന്താണ് ഈ ബാലൻസിങ് ദ ഇക്വേഷൻ? അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഒരു പക്ഷേ അൺബാലൻസ്ഡ് ആയിരിക്കും. സോ അവിടെ ചിലപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ കുറേ നമ്പേഴ്സ് മാത്രമായിരിക്കും. സോ ആ നമ്പേഴ്സിൻ്റെ ഗ്യാപ്പിൽ ഏതൊക്കെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുക. സോ ഇവിടെയുള്ള ബ്ലാങ്ക് സ്പേസസിൽ ഏതൊക്കെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നതിനെ അനുസരിച്ചിട്ട് നമുക്ക് ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ബാലൻസിങ് ദ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയും ചില എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് നമ്മുടെ സെക്കൻഡ് ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈപ്പിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. Which of the following sets of operation with the usual notations replacing the stars in the order given makes the statement valid? Statement valid ആക്കാൻ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനെ ബാലൻസ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ നമ്മളിവിടേക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയെന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 100 സ്റ്റാർ 16, സ്ക്വയർ റൂട്ട് ഓഫ് സ്റ്റാർ വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് 225, അതിനുശേഷം സ്ക്വയർ റൂട്ട് ഓഫ് 1 ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 100, അതിനുശേഷം സ്ക്വയർ റൂട്ട് ഓഫ് 16, അതിനുശേഷം സ്ക്വയർ റൂട്ട് ഓഫ് 15, അല്ല സ്ക്വയർ റൂട്ട് ഓഫ് 225, സ്ക്വയർ റൂട്ടാണ് 15, ഇവിടെയാണ് റൂട്ട് 1 തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂസ് എത്രയാണ്? ഇവിടെ 10 ആണ്, അതിനുശേഷം ഇവിടെ 4 ആണ്, നെക്സ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് 15ഉം അതുപോലെ ഇവിടെ തന്നിരിക്കുന്നത് 1ഉം ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് മേക്ക് സെൻസ് ചെയ്യാൻ പറ്റുക? ഇവിടെ 10 + 4 എന്ന് വെച്ചാൽ 15 - 1 ആണ്. 10 + 4 is equal to 14 is equal to 15 - 1. ഒന്നാമത്തെ ഓപ്ഷനിൽ 10 × 4 തന്നിട്ടുണ്ട്. 40 is equal to 15 + 1 ആണ്. ഒരിക്കലുമില്ല, തെറ്റ്. നമ്മൾ എടുത്തതുപോലെ തന്നെയുള്ള അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് സെക്കൻഡ് ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ പ്ലസും ഈക്വൽ ടു മൈനസും ഉണ്ട്, അതേപോലെ പ്ലസും ഈക്വൽ ടു മൈനസും ഉണ്ട്. സോ ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഓപ്ഷൻ നമ്പർ ബി അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള അടുത്തൊരു ചോദ്യം നോക്കാം. വീണ്ടും സെലക്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് mathematical signs to replace the star signs and to balance the given equation. 40 *2 *4 *3 *8. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ ഒരു ഇക്വേഷനെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം അല്ലേ. സോ ഫസ്റ്റത്തെ ഓപ്ഷനിൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ, ഈക്വൽ ടു ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 8 കിട്ടും. ഇവിടെ 4/3 ആണ്. 4നെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ്ലി ഇല്ല, ഡിവിസിബിൾ അല്ല അല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതുപോലെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹോൾ നമ്പർ നമുക്കിവിടെ ഈക്വൽ ടു 8 എന്ന് കിട്ടും? ഇവിടെ ഒരു ഫ്രാക്ഷൻ വെച്ച് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ തന്നെ വരണം അല്ലേ, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വന്ന് 3 ക്യാൻസലായി പോകണം. അതൊന്നും നടക്കുന്നില്ല. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ ഉത്തരം തെറ്റായിരിക്കും. ഓക്കെ, ഇനി അടുത്തതിൽ പറയുന്നത് 40 + 2, അതിനുശേഷം 2/4 × 3 ആണ്. ഇവിടെയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും 2/3 അല്ലെങ്കിൽ 3/2 എന്നൊരു ഫ്രാക്ഷൻ വരും. അപ്പോഴും നമുക്ക് ഇവിടെ ആൻസർ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ സാധ്യതയില്ലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഡിവിഷൻ ഇവിടെ പോസിബിൾ ആണ്, ഇവിടെയും പോസിബിൾ ആണ്. സോ നമുക്ക് എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ഓപ്ഷൻസിന് ഇവിടെ തൊട്ട് ട്രൈ ചെയ്താൽ മതി അല്ലേ. സോ നമ്മുടെ ഓപ്ഷൻ നമ്പർ ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 40 / 2 ആണ് വരുന്നത്. നെക്സ്റ്റ് +4 വരും. അതിനുശേഷം ഇവിടേക്ക് നമുക്ക് ഈക്വൽ ടു 3 × 8 എന്നാണ് കിട്ടുന്നത് അല്ലേ. സോ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡ്മാസ് റൂളാണ് ഇവിടെയും സോൾവ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ 20 കിട്ടും. 20 + 4 24 is equal to 8 × 3 24 ആണല്ലേ. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ LHS is equal to RHS എന്ന ആൻസർ കിട്ടും.
സോ ഓപ്ഷൻ നമ്പർ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് ബാക്കിയുള്ളത് കൂടി വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി അതുപോലെ തന്നെ എടുത്ത് നോക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഇല്ലാതെ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം, which of the following sets of operation with the usual notations replacing the stars in order to make the statement valid? നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 star 7 star 2 star 1 is equal to 12. ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ. സോ ഇവിടെ വീണ്ടും നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷനകത്ത് 2/1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ പോസിബിൾ ആണ്. ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഡിവിഷൻ്റെ സിമ്പിൾ വേറെ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്ഷൻസ് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റത്തെ ഓപ്ഷനിൽ 7 × 7 മൈനസ് ഓഫ് 2 ആണ് അല്ലേ. മൈനസ് ഓഫ് 2/1 is equal to 12. 7 × 7 എന്ന് പറയുന്നത് തന്നെ 49 ആണ്. 49ൽ നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും 12 ആവില്ല. അപ്പോൾ ഈ ഓപ്ഷൻ ഡെഫിനറ്റ്ലി തെറ്റായിരിക്കും അല്ലേ. ഇനി അടുത്ത ഓപ്ഷൻ കൂടി നോക്കാം. ഇവിടേക്ക് 7 + 7 ആണ് വരുന്നത്. 7 + 7 മൈനസ് ഓഫ് 2 × 1 is equal to 12. ശരിയാണോ നോക്കാം. വീണ്ടും ഇവിടുത്തെ വാല്യൂ 2 ആണ്. 7 + 7 എന്ന് വെച്ചാൽ 14 ആണ്. 14 - 2 is equal to 12 ആണ്. സോ 12 is equal to 12. Therefore LHS is equal to RHS എന്ന് നമുക്കിവിടെ ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. നിങ്ങൾക്ക് വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സി ആണ് എടുക്കുന്നതെങ്കിൽ 7 × 7 എന്ന് വെച്ചാൽ 49 വരും. 49 - 2 എന്തായാലും 12 വരില്ല. അതേപോലെ തന്നെ ഇവിടെ 7 + 7 14 ആണ്. 14 × 2 - 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 ആണ് വരിക. 14 is not equal to 12. അവിടെയും നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് നമുക്കിവിടെ കിട്ടുന്ന ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ സെഷൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ പൂർണ്ണമാവാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ വന്നാൽ തീർച്ചയായും കോമെൻറ്റ്സിലൂടെ എഴുതി അറിയിക്കാം. അടുത്ത സെഷനിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.